ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് റമദ കൊച്ചിയിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എല്ലാവരും അടിച്ചു പൊളിക്കണം. ഇന്നത്തെ ഇൻട്രോ പറഞ്ഞത് ഞങ്ങളുടെ ഒരു കുഞ്ഞു മോളാണ്. ആളിന്റെ പേര് ഹെലന എന്നാണ്. ആൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് കരുതി ഞാൻ മോളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇന്ന് ഞങ്ങളുള്ളത് കൊച്ചി റമദയിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ദിവസം സ്റ്റേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. 2 ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ 2 റൂംസാണ് ഞങ്ങൾ എടുത്തത്. ഫുൾ ഫ്രണ്ടേജ് റൂമാണ് ഞങ്ങൾ എടുത്തത്. റൂമിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഒരു റൂമിൽ നിന്ന് തന്നെ നമ്മുടെ പൂളിൻ്റെ ഒരു വ്യൂ എന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും മിസ്സാക്കാതെ ഒന്ന് പോയി കാണണം കേട്ടോ. ഇന്ന് ഞങ്ങൾ നേരെ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആകണം. എന്നിട്ട് ഇവരുടെ റമദയിലെ പ്രോപ്പർട്ടി ഫുൾ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. എന്തായാലും ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക. നേരെ നമുക്ക് ഇവരുടെ ബാക്കിയുള്ള എല്ലാ സംഭവവും കാണാൻ പോവാം. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴേക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു പഴയ ചായക്കട, റേഡിയോയും പലഹാരങ്ങൾ വയ്ക്കുന്ന ഗ്ലാസ് അലമാരയും പഴയ സിനിമയുടെ പോസ്റ്ററും ഇതൊക്കെ കണ്ട് വല്ലാത്തൊരു നൊസ്റ്റയായിരുന്നു കേട്ടോ എനിക്ക്. ഇന്നത്തെ കുട്ടികളൊക്കെ ഇതൊന്നും അറിഞ്ഞില്ല. ഇവരാരും ഇങ്ങനെയൊക്കെ കണ്ടിട്ട് പോലുമില്ല. ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവർ ഭയങ്കര ബഹളമായിരുന്നു. അവർ കളിക്കണം കളിക്കണം കളിക്കണം. പിന്നെ 5 മിനിറ്റ് ഇരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഒരു പ്ലേ ഏരിയ ഞാൻ കണ്ടത് കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ ഫുൾ ഹാപ്പിയായി. അവർക്ക് പിന്നെ അവിടെ നിന്നാൽ മതി. അതോടെ ഞങ്ങൾക്കും കുറച്ച് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടി. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ബാക്കിയുള്ള വീഡിയോസും കൂടെ ഞാൻ എടുത്തത് കേട്ടോ. ഈ കാണുന്നതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഫുഡൊക്കെ. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കഴിച്ചത്. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഡിന്നർ ഉൾപ്പെടെ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ഇത് നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്ന ഒരു ഓപ്പൺ ഏരിയ, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിറച്ച് ആളും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ഒരു ഓപ്പൺ സ്റ്റേജാണ്. ഇവിടെ വെച്ചിട്ട് ഒരു കഥകളി പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ അവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു കേട്ടോ. ഇപ്പോൾ കണ്ടോടെ പ്രോഗ്രാം ചെയ്തതാണെന്ന് പോലും തോന്നത്തില്ല. അത്രയ്ക്കും ക്ലീൻ ആക്കി അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണുന്ന ഈ സ്ഥലം, ഇത് ഒരു ക്ലബ് 11 എന്ന് പറഞ്ഞ ബാറാണ്. ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയണ്ടല്ലോ, എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ റൂമിനായാലും എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് നേരെ ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാം. പിന്നെ ഇത് ജിമ്മാണ്. ഇവിടെ ജിമ്മുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഓടിക്കളിക്കാനും ബോളൊക്കെ വെച്ചിട്ട് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ. അതോ ആ കാണുന്നത് കുമ്പം ലേക്കാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഈ റമദ കൊച്ചി ഉള്ളത്. ഈ കാണുന്ന സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായോ? താന്തോന്നി സിനിമയിൽ നമ്മൾ രാജുവേട്ടനെ കാണിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് സീരിയലിനും സിനിമയ്ക്കും ഉള്ള ഒരു ലൊക്കേഷനും കൂടെയാണ് നമ്മുടെ കൊച്ചി റമദ. ഈ കാണുന്ന സ്പായിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് പേയ്മെൻ്റ് ഉള്ളതിനൊന്നും നമുക്ക് കയറണ്ടല്ലേ. നമുക്ക് എന്താണോ ഫ്രീ അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇനി നിങ്ങൾ കാണുന്നത് ഫിഷ് ഐറ്റംസ് മാത്രം കിട്ടുന്ന വേറൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നൈറ്റ് മാത്രമാണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്. ലൈറ്റ്സ് ലൈവ് മ്യൂസിക്കൊക്കെ ഉള്ള ഒരു അടിപൊളി പേൾ സ്പോട്ട് എന്ന റെസ്റ്റോറൻ്റാണ്. മീൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ്. പക്ഷേ നൈറ്റ് കിടിലാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് കാണാൻ. ഞങ്ങൾ ജസ്റ്റ് ഡിന്നർ കഴിക്കാൻ പുറത്ത് പോയപ്പോഴാണ് ഈ ഒരു പ്ലേസ് കണ്ടത്. എന്നാൽ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചി റമദയിലുള്ളത്. എല്ലാവരും വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക.